ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. സോ അപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയേഴ്സിന് ഈ 2024 നമുക്കിപ്പോൾ 2023 പോലെ തന്നെ ഒരുപാട് എക്സാംസുകളാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2023 ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളിലോട്ട് എക്സാംസുകൾ വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് 2024 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് കുറവാണെങ്കിലും ഒരുപാട് വേക്കൻസികൾ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളിലോട്ടാണ് നമ്മൾ എക്സാംസുകളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിങ്ങൾ ബിടെക് ആവാം, ഡിപ്ലോമ ആവാം, ITI ആവാം. അപ്പോൾ നമ്മൾ ഈ വരാൻ പോകുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാംസുകൾ, ഓവർസിയർ എക്സാംസുകൾ, അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യയിലെ തന്നെ എഞ്ചിനീയേഴ്സിന് ഏറ്റവും വലിയ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് ആയിട്ടുള്ള RRB ജൂനിയർ എഞ്ചിനീയർ ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ 2024 അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ 2024 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഡിപ്ലോമ, ബിടെക്, ITI സ്റ്റുഡൻസിന്, നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് എക്സാംസുകളാണ്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം നമ്മൾ ഈ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ള എക്സാം 2023 ഇപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഹാർബർ ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. കാറ്റഗറി നമ്പർ 123/2023. ഓക്കെ, അപ്പോൾ അത് നമുക്ക് വേക്കൻസി കുറവാണ്. എന്നാലും നമ്മൾ എക്സാംസ് നമുക്ക് ലാസ്റ്റ് ടൈം അറൗണ്ട് 50ഓളം അഡ്വൈസ് പോയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ അതുപോലെ നമുക്ക് അടുത്ത് വരുന്ന ഗ്രൗണ്ട് വാട്ടർ ട്രേസറും ട്രേഡ്സ്മാനും ആണ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ ഗ്രൗണ്ട് വാട്ടർ ട്രേസർ നമുക്കറിയാം, നമ്മൾ ബിടെക് ഡിപ്ലോമക്കാർക്ക് ITI ലെവൽ എക്സാംസുകൾ എഴുതാൻ പറ്റൂല എന്നുള്ളൊരു കോട്ട് ഓർഡർ ഉണ്ട്. എന്നാൽ പോലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്തായാലും നിങ്ങൾ പഠിക്കുക, എക്സാംസുകൾ അറ്റൻഡ് ചെയ്യുക. ബാക്കി നമ്മൾ അതിനനുസരിച്ച് നമുക്കതൊരു അൺസർട്ടനിറ്റിയാണ്, നമുക്ക് പറയാൻ പറ്റൂല എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ വരാൻ പോകുന്ന അപ്കമിങ് എക്സാംസുകൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സിവിൽ എഞ്ചിനീയേഴ്സിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജോബ് ഓഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ വേക്കൻസി വരുന്നത് LSTD ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ ഈ ഒരു LSTD ഡിപ്പാർട്ട്മെന്റിൽ നമ്മളിപ്പോൾ റാങ്ക് ലിസ്റ്റ് നമ്മൾ AE എക്സാംസുകൾ, അതുപോലെ ഓവർസിയർ, ഡ്രാഫ്റ്റ്സ്മാൻ എക്സാംസുകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറയാം 2021 നമുക്ക് അവസാനമായിട്ട് LSTD AEയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്. ബട്ട് നമ്മൾ PWD ഇറിഗേഷൻ ഇപ്പോൾ ലാസ്റ്റ് നടന്നിട്ടുള്ള ഈ ഒരു ജൂണിൽ നടന്നിട്ടുള്ള PWD ഇറിഗേഷൻ എക്സാം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം 2020 ഫെബ്രുവരിയിൽ എക്സാം കഴിഞ്ഞു. അതിനുശേഷം റാങ്ക് ലിസ്റ്റ് വന്നത് ഏപ്രിൽ 2021 സോ 2022 ഡിസംബറിൽ, അതായത് 1.5 വർഷത്തിനകം നമുക്ക് അടുത്ത നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ജൂണിൽ എക്സാം നടന്നിട്ടുണ്ട്. അപ്പോൾ 1.5 വർഷത്തിനുള്ളിൽ നോട്ടിഫിക്കേഷൻ വന്നു, 2 വർഷത്തിനുള്ളിൽ നമുക്ക് എക്സാം വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ ഒരു ടെക്നിക്കൽ, ഇപ്പോൾ AE ആയാലും ഓവർസിയർ എക്സാംസുകളായാലും ടെക്നിക്കൽ എക്സാംസുകൾ നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ്, ആ ഒരു ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതിന് മുമ്പ്, അതായത് 2 വർഷത്തിനുള്ളിൽ തന്നെ ആ ഒരു എക്സാമിന്റെ അടുത്ത നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ എക്സാംസുകളും വരുന്നുണ്ട്. സോ ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ആ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ LSTD എക്സാം ലാസ്റ്റ് ലിസ്റ്റ് വന്നത് ഏപ്രിൽ 2022 സോ നമുക്ക് ഈ 2023 ഏപ്രിൽ അറൗണ്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, LSTD AEയുടെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. സോ നിങ്ങൾ ഗവൺമെന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം LSTD അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു സിവിൽ ഉദ്യോഗാർത്ഥിക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. കാരണം നമുക്ക് ലാസ്റ്റ് ലിസ്റ്റിൽ തന്നെ 700+ നമുക്ക് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അതിൽ 250-ലേറെ ആളുകൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത നമ്മൾ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന എക്സാം എന്ന് പറയുന്നത് LSTDയുടെ തന്നെ ഫസ്റ്റ് ഗ്രേഡ് അതുപോലെ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ എക്സാംസുകളാണ്. ഇതും ഈ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, 2022 ജൂണിലായിട്ടാണ് നമുക്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഈ 2024 ജൂലൈ ആ ഒരു അറൗണ്ട് ആയിട്ട് നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് PWD ഇറിഗേഷൻ. PWD ഇറിഗേഷനിൽ ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ് 3 നമുക്ക് എന്ത് ചെയ്യുന്നത് 2022 ലിസ്റ്റ് വന്നിട്ടുള്ളത്. ഇപ്പോൾ 2022 നവംബർ, മെയ്, ഓഗസ്റ്റ് എന്നിങ്ങനെയാണ് ഇതിന്റെ ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും ഈ 2024 കൂടിയിട്ട് 2 വർഷമാണ്. അതിന്റെ തൊട്ടു മുമ്പത്തെ സമയം 2 വർഷം ആകുന്ന ആ സമയമാണ് എന്തുവെന്നത് നമുക്ക് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുള്ളത്. സോ അതും നമുക്ക് ഈ 2024 ഒരു 6 മാസത്തിന് ശേഷം നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, നോട്ടിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ ഒരു PSC, ഇപ്പോൾ ഞാനിത് പിന്നെ ഇത് ഒരുപാട് KW ട്രേസർ പോലുള്ള ഒരുപാട് ലിസ്റ്റുകൾ ഇനിയും ഇതുപോലെ തന്നെ വരാനുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് എക്സാംസുകൾ മാത്രമാണ് പറഞ്ഞത്. ദാറ്റ് മീൻസ് നമുക്ക് ഈ 2024 ഒരു സിവിൽ എഞ്ചിനീയർ സംബന്ധിച്ച് എന്താണ്, ഒരു ഗോൾഡൻ ഒരു ഇയർ ആണ്, അല്ലെങ്കിൽ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എക്സാം എന്ന് പറയുന്നതാണ് RRB ജൂനിയർ എഞ്ചിനീയർ. ലാസ്റ്റ് ടൈം 2019 RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം നടന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഏകദേശം 15,000 അടുത്താണ് വേക്കൻസി ഉണ്ടായിരുന്നത്. നമ്മളൊരു ഗവൺമെന്റ് സെക്ടറിൽ, ഒരു ടെക്നിക്കൽ ഗവൺമെന്റ് സെക്ടറിൽ ഏറ്റവും കൂടുതൽ വേക്കൻസികൾ വരുന്ന ഏറ്റവും വലിയൊരു റിക്രൂട്ട്മെന്റ് ഡ്രൈവാണ് RRB എന്ന് പറയുന്നത്. സോ സിവിൽ, മെക്കാനിക്കൽ എല്ലാ ബ്രാഞ്ചുകാർക്കും വരുന്നതാണ്. സോ നമ്മൾ ഈ 2023 എക്സ്പെക്ട് ചെയ്തിരുന്നു. അപ്പോൾ 2024 RRB JEE നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ വർഷവും എക്സാം നടക്കുന്ന
SSC ജൂനിയർ എഞ്ചിനീയർ. ഈ SSC ജൂനിയർ എഞ്ചിനീയർ ഓൾറെഡി നമുക്ക് ഡേറ്റ് വന്നിട്ടുണ്ട്. ഡേറ്റ് നല്ല മാസം അവർ പറഞ്ഞിട്ടുണ്ട്. 2024 കലണ്ടർ അനുസരിച്ച് മെയ് ജൂൺ മാസങ്ങളിലായിരിക്കും ഫസ്റ്റ് CBT എക്സാം വരുന്നത് SSC ജൂനിയർ എഞ്ചിനീയറിൻ്റെത്. അപ്പോൾ നമുക്ക് ഡേറ്റ് ഇല്ലാഞ്ഞിട്ട് പഠിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമില്ല അവിടെ. നമുക്കിപ്പോൾ ഓൾറെഡി നമ്മുടെ മുന്നിൽ ഒരു ഡേറ്റ് ഉണ്ട് പഠിക്കാനുള്ള. SSC ജൂനിയർ എഞ്ചിനീയറിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് ISRO സയന്റിസ്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റ്. ഇപ്പോൾ 2023 ഈ ഡിസംബറിൽ എക്സാം നടക്കുന്നതാണ്. എല്ലാ വർഷവും നമുക്ക് എക്സാം വരുന്നതാണ്. കൊറോണയുടെ ആ സമയത്ത് 2 വർഷം ഗ്യാപ്പ് ഉണ്ടായിരുന്നെങ്കിലും അതല്ലെങ്കിൽ എല്ലാ വർഷവും നടക്കുന്ന എക്സാമാണ് ISRO സയന്റിസ്റ്റ് എക്സാംസുകൾ എന്ന് പറയുന്നത്. സോ ആ ഒരു എക്സാം നമുക്ക് 2024 എക്സ്പെക്ട് ചെയ്യാം. സോ അപ്പോൾ നമ്മൾ മുന്നിൽ 2023 ഒരുപാട് എക്സാംസുകൾ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ നമുക്ക് 1-2 വർഷം കഴിഞ്ഞിട്ടല്ലേ അടുത്ത എക്സാം സീസൺ വരൂ എന്ന് ചോദിക്കുന്നവർക്കാണ് ഞാൻ ഈ ഒരു എക്സ്പെക്റ്റഡ് നമ്മളൊരു അപ്കമിങ് എക്സാംസുകൾ ഈ 2024 നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ ITI കഴിഞ്ഞവർക്കുള്ള ഈ എക്സാംസുകളാണ് നമ്മളിവിടെ പറഞ്ഞത്. സോ അപ്പോൾ നമ്മൾ ഈ ഒരു പുതുവർഷം 2024 പുതുവർഷം പുതു ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ അങ്ങ് തീരുമാനിക്കുക ഞാൻ ഈ ഒരു 2024 എഴുതിയെടുക്കുമെന്നുള്ളത്. ഇപ്പോൾ 2023 നമുക്ക് പെട്ടെന്ന് എക്സാം ഡേറ്റുകൾ വന്നപ്പോൾ ഒരുപാട് പേര് പറഞ്ഞൊരു കംപ്ലൈന്റ് ആയിരുന്നു, ഇനിയിപ്പോൾ 2 മാസമല്ലേ ഉള്ളൂ അല്ലെങ്കിൽ 3 മാസമല്ലേ നമുക്ക് പഠിക്കാൻ കിട്ടുന്നുള്ളൂ എന്നുള്ളത്. ഓക്കെ, ബട്ട് നമ്മളൊരു എക്സ്ക്യൂസ് ആണ്, നമ്മളൊരു നെഗറ്റീവ് പറയുന്നതാണ്. കാരണം നമ്മുടെ മുന്നിൽ ഒരുപാട് സമയമാണ്. നമുക്കറിയാം ഇതൊക്കെ 2-3 വർഷം നടക്കുമ്പോൾ വരുന്ന എക്സാംസുകളാണ് ഈ പറഞ്ഞ എക്സാംസുകളൊക്കെ. അപ്പോൾ നമുക്കറിയാം ഈ ഒരു എക്സാം വരും, ഇതിന്റെ ഡേറ്റ് നോട്ടിഫിക്കേഷൻ വരും, ഡേറ്റ് വരും, എക്സാം നടക്കുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ സമയമില്ല അല്ലെങ്കിൽ 2-3 മാസം എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എക്സാംസുകളൊക്കെ നമുക്ക് 2024 നോട്ടിഫിക്കേഷൻ വന്ന ഒരു 6 മാസത്തിനുള്ളിൽ നമുക്ക് എക്സാം എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇപ്പോൾ സമയമുണ്ട്. 6 മാസം 8 മാസം എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു നല്ലൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എല്ലാ എക്സാംസുകൾക്കും നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് സൈലം ടെക്നിക്കൽ നിങ്ങളെ കൂടെ ഉണ്ടാവും. നമ്മൾ ഒരുപാട് ഫ്രീ കണ്ടന്റുകളായിട്ടും ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു സൈലം ടെക്നിക്കൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആദ്യം നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. ഞാൻ ഈ വർഷം 2024 ഞാനൊരു ഗവൺമെന്റ് നമ്മുടെ ടെക്നിക്കൽ സെക്ടറിൽ തന്നെ ഞാനൊരു ഗവൺമെന്റ് ജോലി നേടിയെടുക്കുന്നത് നിങ്ങൾ തീരുമാനിക്കുക. ബാക്കി നിങ്ങളെ കൂടെ സൈലം ടെക്നിക്കൽ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.